നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വീറ്റ് ഫ്ലോർ ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയുമാണ് ഞാൻ എടുത്തത്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മാവ് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ കുറച്ച് നല്ല ദോശമാവിൻ്റെ ഒരു പാകത്തിന്, അതായത് കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല, ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് മാവ് വേണ്ടത്. ഇത് ആട്ടമാവ് മാത്രം എടുക്കാം, അതുപോലെ തന്നെ മൈദമാവ് മാത്രം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 3 പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊട്ടാറ്റോ പുഴുങ്ങിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ അതിങ്ങനെ വെന്ത് ഒരുപാട് അങ്ങ് ഓവറായിട്ട് കുക്കായി പോകാതെ ഈ ഒരു പാകത്തിന് പുഴുങ്ങിയെടുക്കുമ്പോഴായിരിക്കും മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച്, ഓയിൽ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് വറുത്തെടുക്കാം. ആ ജീരകവും ഉഴുന്നും ഒക്കെ കൂടെ ഒന്ന് മൂത്ത് വരുന്ന നല്ലൊരു മണം വരും കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള സംഗതികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തത് കേട്ടോ. ഇത്രയൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇഞ്ചിയും പച്ചമുളകും ബാക്കിയുള്ള എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് 1 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തു. സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഗരം മസാലയും കൂടെ പൊടിയും കൂടെ ചേരുമ്പോൾ തന്നെ നമുക്ക് ആ മസാലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അത് വന്നു കഴിയുമ്പോൾ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. 1 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. മസാല റെഡിയായി വന്നു, അതങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് ചുട്ടെടുക്കണം. ദോശ പോലെ ചുട്ടെടുക്കുക. ഒരു തവ വെച്ച് ചൂടായി വന്നപ്പോഴേക്ക് അതിലേക്ക് ഒരു സ്പൂൺ മാവ് ഒഴിച്ച് കട്ടി കുറച്ച് പരത്തി കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർ ഞാനതിലേക്ക് ചേർക്കുന്നുണ്ട്. ബട്ടറോ ഓയിലോ വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പുരട്ടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ആയി വന്നപ്പോൾ ഒന്ന് കമിഴ്ത്തിയിട്ട് കേട്ടോ, ഒന്ന് തിരിച്ചിട്ടിട്ട് മറു സൈഡിലും ഇതുപോലെ തന്നെ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഈ തവയുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. തവ ഓവറായിട്ട് ചൂടായിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കട്ട പിടിക്കും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ച് പരത്തിയെടുക്കാൻ. പിന്നെ ഇതുപോലെ നമ്മുടെ മസാല ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ മസാല ഒന്ന് പതിയെ ഒന്ന് അമർത്തി കൊടുക്കാണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടങ്ങ് പരന്ന് വരും. എല്ലായിടത്തും നമ്മുടെ മസാല എത്തും.
ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോൾ മറു സൈഡും കൂടി ഇതുപോലെ തിരിച്ചിട്ടിട്ട് പാകാക്കിയെടുക്കാം. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഒക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വീണ്ടും നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ ഈ പാനിന് ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമ്മുടെ റെസിപ്പി നോമ്പ് കാലത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.